സുഹൃത്തുക്കളെ, ഇന്ന് വെറുതെ നമുക്ക് ഈ ലോകത്തെ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭാവിയിൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഭാവിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. കാരണം പ്രവചിച്ചാൽ എത്തില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നുള്ളതല്ല നാളെ ഉണ്ടാവുക. ഇപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് നമുക്ക് ഇന്നത്തെ പോലെ ലോകം മാറി എന്ന് തോന്നുമോ? ഇല്ല. കാരണം ഈ ഓരോ പുതിയ കണ്ടെത്തലും പുതുതായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള സാധ്യതകൾ അക്കാലത്ത് നമുക്ക് പ്രവചിക്കാനോ മുൻകൂട്ടി നിശ്ചയിക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലോകത്തെ ഭാവി പ്രവചനം എന്നത് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ, അതായത് ഈ ഉപകരണങ്ങൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും പിന്നീട് ലോകത്തെ ജീവിതം. അങ്ങനെയാണെങ്കിൽ 22-ാം നൂറ്റാണ്ടിൽ ചികിത്സകൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ ഒരു തമാശയായിട്ട്, കാര്യമായിട്ട് എടുക്കരുത്, തമാശയായിട്ട് ആലോചിക്കുന്നത്. ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധമായിട്ട് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 22-ാം നൂറ്റാണ്ടിലെ ചികിത്സ എങ്ങനെയായിരിക്കും, ഇതുവരെ ഉണ്ടായിരുന്ന ചികിത്സ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന ചികിത്സ എന്നത് യഥാർത്ഥത്തിൽ വിദഗ്ധരുടെ ചികിത്സയായിരുന്നു. കൂടുതൽ വിവരമുള്ളവർ, കൂടുതൽ സാമർഥ്യമുള്ളവർ, കൂടുതൽ ബോധമുള്ളവരെ മറ്റുള്ളവരെ കുപ്പിയിലാക്കാനും മറ്റുള്ളവരെ ഉപയോഗിച്ച് സ്വന്തം കാര്യം നേടാനും താല്പര്യമുള്ളവരുടെ ഒരു ആഘോഷമാണ് കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് മനുഷ്യ സമൂഹത്തിൽ നിലനിന്നത്. അത് പല പേരുകളിലാണ് നിലനിന്നത്. പ്രധാന കാരണം അജ്ഞതയായിരുന്നു. ശാസ്ത്രബോധം എന്നത് ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലം. അതൊക്കെ ശാസ്ത്രം തന്നെയാണ്. മനുഷ്യൻ്റെ ഒരു വിവരമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പല പല വിവരങ്ങളും ഉണ്ടാവുകയും ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, ശരിക്കു പറഞ്ഞാൽ പ്രകൃതി അടിമുടി എന്ന് തന്നെ പറയാം, അത്ഭുതങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. അതിൽ ഈ രോഗം എന്നതും പ്രകൃതി എന്നതും വളരെയധികം ചൂഷണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സ്വകാര്യ സ്വത്ത് എന്ന
ഒരു പുതിയ അശനിപാതം ലോകത്ത് മനുഷ്യ സമൂഹത്തിനിടയിൽ ഉണ്ടായതോടുകൂടി മറ്റ് മനുഷ്യരും മറ്റ് ജീവികളും മറ്റ് ജന്തുക്കളും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് സ്വകാര്യ സ്വത്തുണ്ട്. മറ്റുള്ളവർക്കൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ജീവിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സ്പേസ് അവൻ നേടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതായത് ഓരോ ജീവിക്കും, പൂച്ചക്കും നായ്ക്കും ഒക്കെ അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അവിടെ മറ്റൊരാളെ വരാൻ സമ്മതിക്കില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ സ്വകാര്യമായ സ്വത്ത് സമ്പാദിക്കുകയും സ്വത്ത് അവകാശപ്പെടുകയും സമ്പാദിക്കുകയും അത് ശേഖരിച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഈ മറ്റ് ജീവികളിൽ നിന്നും മാറാനും ഈ ലോകത്തെ തന്നെ അതിൻ്റെ പ്രകൃതിയുടെ താളത്തെ തന്നെ തകർക്കുകയും ചെയ്തു. അതുവഴിയാണ് ഈ ഭൗമഗോളത്തിൽ ഈ എല്ലാ അപകടങ്ങളും എല്ലാ ചൂഷണ പർവ്വങ്ങളും തന്നെ ഉണ്ടായത്. കാലാവസ്ഥ, അതേപോലെ പിന്നെ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ്, കാർബൺ ഡയോക്സൈഡിൻ്റെ കൂടുതൽ, ഈ വായുവും ജലവും മണ്ണും വിഷലിപ്തമാക്കൽ, ഇങ്ങനെ മനുഷ്യൻ്റെതായ പ്രവർത്തനം കൊണ്ട് ലോകം നശിക്കാനുള്ള, നശിക്കുക എന്ന് പറഞ്ഞൂടാ, ലോകം ഇങ്ങനെ വിഷലിപ്തമാവാനുള്ള പ്രധാന കാരണം മനുഷ്യൻ്റെ ഈ സ്വാർത്ഥത. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവൻ്റെ ശരീരം, ഇപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായ ആ സാധനവും അത് ഒന്നായിട്ട് എടുക്കാം, നമ്മൾ ഓരോ വ്യക്തികളുടേതായിട്ട് എടുക്കാം. അതിൽ അതും പൊള്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം മനുഷ്യൻ്റെ ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതോടുകൂടി അവൻ്റെ ഭക്ഷണ രീതി, അവൻ്റെ ഇൻപുട്ടിൽ, അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ അകത്തേക്ക് ഈ ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്ന വസ്തുക്കളിൽ പല പല മാറ്റങ്ങളും വരും. അതുവരെ കഴിക്കാത്ത പല വസ്തുക്കൾക്കും കഴിക്കാൻ അവനായി. ഇപ്പോൾ വേവിക്കാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് രാസവസ്തുക്കൾ, അതായത് ഉപ്പ് ഉപയോഗിക്കണമെന്നായി. അങ്ങനെ രോഗങ്ങളുടെ മാലപ്പടക്കം തന്നെ വന്നു. രോഗങ്ങളല്ല, പ്രകൃതിയുടെ യഥാർത്ഥ സൂചനകൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ വാക്കുകൾ, ഇത് ശരിയല്ല എന്ന വാക്കുകളാണത്. അതായത് അപ്പോഴെങ്കിലും നമ്മുടെ പ്രകൃതിയുടെ ചികിത്സയായിട്ട് വെറുതെ ഇരിക്കുക, അത് ചെയ്യാതിരിക്കുക, അത് ഇപ്പോഴെങ്കിലും ചെയ്യുന്നത് നിർത്തുക എന്ന നിലക്ക് ആണ് പ്രകൃതി അങ്ങനെ പറഞ്ഞത്, പ്രകൃതി അങ്ങനെ സൂചിപ്പിച്ചത്. ആ സൂചനയിൽ അവന് നിൽക്കാൻ കഴിഞ്ഞില്ല. ആ സൂചന അവന് മനസ്സിലാവാത്ത നിലയിൽ അവൻ വളർന്നു. കാരണം അവൻ ഒരു പുതിയ ലോകത്തേക്ക് എത്തി. പുതിയ ലോകം എന്ന് പറഞ്ഞാൽ മാനസികമായ അവൻ്റേതായ ഒരു ലോകം, സങ്കല്പ ലോകം, മാനസിക ലോകം, ആത്മീയ ലോകം, എന്തു വേണമെങ്കിലും പറയാം. അതായത് നുണയുടെ ലോകം, ഇല്ലാത്ത ലോകം.
ഇതിലേക്ക് എത്താണ്ടായ കാരണം എന്താ വെച്ചാൽ അവന് ഈ സിംബോളിക് ഇൻട്രാക്ഷൻ എന്ന ഭാഷ, ഈ ഭാഷ കൊണ്ട് ശബ്ദങ്ങളെ കൊണ്ട് ഓരോ വസ്തുക്കളെയും, ഓരോ ആശയത്തെയും, ഓരോ വികാരത്തെയും അന്യോന്യം കൈമാറാനുള്ള ഒരു പുതിയ ഉപകരണമായ ഭാഷ അവൻ ഉരുത്തിരിഞ്ഞതോടുകൂടി അവൻ്റേതായ ഒരു ലോകം തന്നെ കിട്ടി. ഇതോടുകൂടി അവൻ നേരത്തെ പറഞ്ഞ പ്രകൃതി പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ളത് എന്താണെന്നും അതൊരു വലിയ ദൈവമാണെന്നും അത് എൻ്റെ ദൈവമാണെന്നും അതേപോലെ തന്നെ ഇന്ന രോഗത്തിന് ഇന്ന രോഗം അല്ലെങ്കിൽ ഇന്ന ചികിത്സ, ഇന്ന ഔഷധം വേണമെന്നും അത് എനിക്കേ അറിയുള്ളൂ എന്നും അത് നിങ്ങൾക്കാർക്കും അറിയില്ല എന്നും എന്ന രീതിയിൽ ഉള്ള, അതുകൊണ്ട് തന്നെ മതങ്ങളും ചികിത്സകളും പൊടിച്ചു. ഈ മതങ്ങളും ചികിത്സകളും പൊടിച്ച ഈ 10,000 കൊല്ലത്തേക്ക് ഓരോ കാലത്തും ഓരോ നിലയിലാണ്. യഥാർത്ഥത്തിൽ ഈ ദൈവത്തെക്കുറിച്ചിട്ടോ രോഗത്തെക്കുറിച്ചിട്ടോ ഒരു ബോധം ഉണ്ടായിട്ടല്ല. പക്ഷേ അവർക്ക് അവർ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ജനം കയ്യിലുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ചികിത്സകരായത്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ തന്നെ ഇപ്പോൾ നമ്മളെ ലോകത്ത് 20-ാം നൂറ്റാണ്ടോടു കൂടി ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക വളർച്ച കാരണം, വികാസം കാരണം ഇതിനൊക്കെ തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ സാവധാനത്തിലെങ്കിലും ഇതിനെ പരിശോധിക്കാൻ, അല്ലെങ്കിൽ ഇതിലുള്ള കള്ളത്തരങ്ങൾ എന്തൊക്കെ, അസത്യങ്ങൾ എന്തൊക്കെ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും. അങ്ങനെയാണ് പലതിൻ്റെയും അടിത്തറ തന്നെ ഇല്ലാതായത്. ഇപ്പോൾ ദൈവനിഷേധികളുണ്ട്. ദൈവമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന് നിഷേധിക്കുന്നവരുണ്ട്. 2 പേർക്കും യഥാർത്ഥത്തിൽ ഏകദേശം എന്താ പറയുക, അതിന് കുറച്ചൊരു വിവരമില്ല. അതായത് ഡിഫൈൻ ചെയ്യാൻ തന്നെ 2 പേർക്കും കഴിഞ്ഞിട്ടുമില്ല. കഴിയാത്ത ഒരു സാധനത്തെ ഇല്ല എന്ന് പറയുന്നതും, ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നതും എത്ര കണ്ട് ശാസ്ത്രീയമാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. പോട്ടെ, ഇനി രോഗത്തിൻ്റെ കുറിച്ചിട്ടോ. രോഗം എന്നത് എങ്ങനെയാണ് മാറുക എന്നുള്ളത് എനിക്കറിയാം. എന്ന് പണ്ട് കാലത്ത് യഥാർത്ഥത്തിൽ മജീഷ്യനും മന്ത്രവാദിയും പുരോഹിതനും മറ്റ് നാട്ടിലെ പ്രമാണിമാരുമാണ് പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ ശാസ്ത്രം ഏറ്റെടുത്തിരിക്കും. എന്നാൽ ഇവർക്ക് ആർക്കും ഈ മനുഷ്യ ശരീരമോ ജീവനോ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു തിരിച്ച് ഒരു വിവേകത്തോടു കൂടി പ്രകൃതിയുടെ ചികിത്സ എന്താണ്, പ്രകൃതിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ചികിത്സ. കാരണം ഈ പ്രകൃതി എന്നത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മാറ്റം എന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് എന്നാണ് 20-ാം നൂറ്റാണ്ടിലെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അടിവരയിട്ടത്. അപ്പോൾ മാറ്റമാണെങ്കിലോ, മാറ്റം എന്തായാലും ഒരു പ്രത്യേക ദിശയിലായിരിക്കും. അതായത് ഒരു മാവ് ഇനി വലുതാവുകയാണെങ്കിൽ പുതിയ പുതിയ
ഇലകൾ വരും, പുതിയ പുതിയ ശാഖകൾ വരും. നേരെ തിരിച്ച് അതിന് രണ്ടാമത് മാങ്ങൻ്റെ അണ്ടിയിലേക്കൊരു മാറ്റില്ല. നമുക്ക് മനസ്സിലായല്ലോ. അതായത് പ്രപഞ്ചത്തിലെ മാറ്റം എന്നത് കൃത്യമായ ഒരു ദിശയിലാണ്, അല്ലെങ്കിൽ സദിശമാണ്. ഈ സദിശമായ മാറ്റത്തിൽ എന്താണ്, എങ്ങനെയായിരിക്കും നമ്മളെ രോഗത്തിൻ്റെ അവസ്ഥ? രോഗം എന്നത് എന്തിനാണ്? രോഗം എന്ന പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഭാഷ, അത് ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയാം. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയാം. യാഹുവയുടെ ഭാഷ എന്ന് പറയാം, അള്ളാഹുവിൻ്റെ ഭാഷ എന്ന് പറയാം, ഈ ഗുരുവായൂരപ്പൻ്റെ ഭാഷ എന്ന് പറയാം. എന്ത് പറഞ്ഞാലും വിരോധമല്ല. എന്തായാലും അങ്ങനെയുള്ള ഈ ഭാഷ, അതായത് സൂചന അല്ലെങ്കിൽ വാക്ക്, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ നിർത്തണം എന്ന പ്രകൃതിയുടെ സൂചനയാണ് എന്ന് നാം മനസ്സിലാക്കാൻ എന്തായാലും അടുത്ത കാലത്ത് തന്നെ തുടങ്ങും എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 22-ാം നൂറ്റാണ്ടിലെ ചികിത്സാ സമ്പ്രദായം, 22-ാം നൂറ്റാണ്ടോടുകൂടി ഇതുവരെ 10,000 കൊല്ലമായിട്ട് മനുഷ്യൻ ചെയ്ത അശാസ്ത്രീയവും പ്രകൃതി വിരുദ്ധവും അപകടകരവുമായ പ്രവണതകളും പ്രവർത്തനങ്ങളും നിർത്തുകയും ഇനിയെങ്കിലും ഈ പ്രകൃതിയെയും ഈ നമ്മളെ അന്തരീക്ഷത്തെയും വായുവിനെയും വെള്ളത്തിനെയും ഭക്ഷണത്തെയും വിഷലിപ്തമാക്കാത്ത പുതിയ ശാസ്ത്രം, അതായത് ഇവിടെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ പച്ചിലകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അവയെ ഒരു പ്രയാസമില്ലാതെ ആ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലവും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് ഇടിച്ചെടുത്ത് ശരിക്കും ഊർജ ഗുളികകളാക്കി തൻ്റെ ശരീരത്തിലും തൻ്റെ പൂവിലും തൻ്റെ കായിലും വയ്ക്കാൻ എല്ലാ സസ്യങ്ങൾക്കും ആവും. ആ സസ്യങ്ങളിൽ നിന്ന് ഈ അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ജീവികൾക്കും അങ്ങനെ തന്നെ ജീവിക്കാനാവും. അതോടുകൂടി തന്നെ ഈ ഭൂമി മുഴുവൻ പച്ചിലകളെ കൊണ്ട് നിറയുകയും അവിടെ ഇപ്പോൾ ഉള്ളതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ജീവികൾക്ക്, ജന്തുക്കൾക്കും മറ്റെല്ലാ ജീവികൾക്കും ജീവിക്കാനും ആവും എന്ന സത്യം മനസ്സിലാക്കുകയും അതുവഴി ഭൂമിയെയും മണ്ണിനെയും വിഷം കൊടുത്ത് കൂടുതൽ വിളവുണ്ടാക്കാം എന്ന പിശാചിൻ്റെ ശാസ്ത്രം, അല്ലെങ്കിൽ പാശ്ചാത്യ ശാസ്ത്രം എന്ന് തന്നെ പറയാൻ തോന്നുന്നു. കാരണം പിശാച് അവിടെ നിന്നാണല്ലോ വരുന്നത്. അതിന് നിലനിൽക്കാനാവാത്ത ഒരവസ്ഥ വരികയും, അപ്പം അതാണ് നമുക്കിപ്പോൾ നമ്മുടെ ദബോൽക്കറുടെയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ്ങും ഇതൊക്കെ
അതായത് ഒരു രാസവളവും ഇല്ലാതെ, ഒരു കീടനാശിനി ഇല്ലാതെ പ്രകൃതിയുടെ യഥാർത്ഥ കഴിവുകൾ വെച്ചിട്ട് അതിശക്തമായ നല്ല ആരോഗ്യത്തോടു കൂടിയ സസ്യങ്ങളും അതിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വിളവും രുചിയും നല്ല രുചികരമായ പഴങ്ങൾ. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിൽ ആന്ധ്രയിലും പോയിട്ടുണ്ട്. അവിടുന്ന് ഇന്നേ വരെ കഴിക്കാത്ത അത്ര രുചിയുള്ള മുന്തിരി ഒന്നും, ഭയങ്കര രസമുള്ള മുന്തിരി. കാരണം അത് രാസവളവും കീടനാശിനി ഇല്ലാത്തതായിരുന്നു. അങ്ങനെ നമ്മൾ സീറോ ബജറ്റിൽ നിന്ന് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് മുഖാന്തരം, അല്ലെങ്കിൽ ഇപ്പം അതിന് പേരെന്താ, പലേക്കർ നാച്ചുറൽ ഫാം, ഇങ്ങനെ എന്തോ ആണ്, പലേക്കർ കൃഷി, അതുവഴി കഴിക്കുന്നതും കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഈ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മനുഷ്യൻ്റെ അസുഖങ്ങളെക്കുറിച്ചിട്ടും മനുഷ്യൻ്റെ ചികിത്സയെക്കുറിച്ചിട്ടും ഒരു പുതിയ അവബോധം, പുതിയ ദർശനം ഉണ്ടാവുകയും അതുവഴി എല്ലാ രോഗങ്ങളും പ്രകൃതിയുടെ സൂചനയാണെന്നും പ്രകൃതിയുടെ വാണിംഗ് ആണെന്നും മനസ്സിലാക്കി അതുവരെ ചെയ്ത വൈകൃതങ്ങൾ, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക. കാരണം അതാണ് മറ്റുള്ള എല്ലാ ജീവികളും ചെയ്യുന്നത്. അവയ്ക്ക് അസുഖമായി അവിടെ കിടക്കും. അത് ആ രീതിയിൽ മനുഷ്യൻ്റെ ശരീരം ശുദ്ധമാക്കുക, ശുദ്ധീകരിക്കാനുള്ള അവസരമായി രോഗത്തെ കാണുന്ന ഒരു ശാസ്ത്രം മെല്ലെ മെല്ലെ 22ാം നൂറ്റാണ്ടോടുകൂടി ആവിർഭവിക്കും എന്ന ഒരു വിദൂര ചിന്ത പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം അത് നടക്കാത്തത്? ഇപ്പം അതൊരിക്കലും നടക്കില്ല. കാരണം ഈ ചികിത്സ കൊണ്ട് ഈ ലോകത്ത് തന്നെ അതുകൊണ്ട് ഉപകാരമുള്ള കുറേ ആൾക്കാരുണ്ട്. മാത്രമല്ല, അവരാണ് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമായ ബഹുരാഷ്ട്ര കുത്തകൾ. അവർക്കെതിരെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു കഴിവില്ലാത്ത ആളായതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു രാഷ്ട്രത്തലവൻ നിങ്ങളെ ചികിത്സ ആവശ്യമില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ തല കാണില്ല. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ ഈ ചികിത്സ കൊണ്ടൊരു ഉപകാരമില്ല, അത് മനുഷ്യനെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നു, കൂടുതൽ ദുരിതത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മന്ത്രി അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അവിടെ ഇരുത്തുണ്ടാവില്ല. ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞു വിചാരിച്ചാൽ, നിങ്ങളിത് കേൾക്കുന്നു വിചാരിച്ചാൽ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അത് കേൾക്കാനുള്ള കാരണം ഞാൻ നിസ്സാരനാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും 21ാം നൂറ്റാണ്ടോടുകൂടി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശാസ്ത്രീയ ബോധം ആരോഗ്യത്തിലേക്കും ഈ ആരോഗ്യ സംരക്ഷണത്തിനും ചികിത്സയിൽ നിന്നും അതിലുള്ള പിശാചുക്കളെ, അതിലുള്ള ദുരൂഹതയെ, അതിലുള്ള തരികിടയെ, അതിലുള്ള വ്യാജന്മാരെ മുഴുവൻ ആട്ടിപ്പുറത്താക്കുന്ന ഒരു കാലം വരുമെന്നും അതിലൊക്കെ തന്നെ ആദ്യമായിട്ട് ജീവിതം, മനുഷ്യൻ്റെ മുഴുവൻ ജീവിതവും പൂർണ്ണമായും രാസരഹിതമാക്കുകയും വിഷവിമുക്തമാക്കുകയും അതുവഴി വിമുക്തമായ ഒരു പരിസ്ഥിതി, ഒരു അന്തരീക്ഷം, ഒരു
ഭൗമഗോളം. അത് നിങ്ങൾ രാസവസ്തുക്കൾ മറ്റു പലതിനും ഉപയോഗിച്ചോളൂ. പക്ഷേ ജീവനും ജീവിക്കും കൃഷിക്കും ആരോഗ്യത്തിനുമായിട്ട് ഉപയോഗിക്കണ്ട എന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി ഈ മനുഷ്യൻ ഇതേവരെ ചെയ്ത അത്യാചാരങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തം എന്ന നിലക്ക് ഉള്ള ഒരു സാമൂഹ്യ ജീവിതം, മാനസിക അല്ലെങ്കിൽ മാനവിക ജീവിതം നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് 2000 മുതൽ 2017 വരെയുള്ള നാസയുടെ കണ്ടെത്തൽ. അവർ പറയുന്നത് ചൈനയിലെ മരുഭൂമികളുടെ വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്താദ്യമായി മരുഭൂമികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം കാണാൻ കഴിയുന്നു. മാത്രമല്ല അതിനുശേഷം ഇന്നിപ്പോൾ ലോകത്തെല്ലായിടത്തും, ഇപ്പോൾ അടുത്ത ദിവസം തന്നെ സൗദി അറേബ്യ $5 ബില്യൻ്റെ ഒരു പ്രോജക്റ്റ് മരുഭൂമികളെ മലർവാടികളാക്കാൻ വേണ്ടി ചൈനയുമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ നമ്മളെ എല്ലാ മരുഭൂമികളും പൂർണ്ണമായും മലർവാടികളാക്കുകയും അവിടെ പെയ്യുന്ന എന്നേക്കുമായി പാഴായി പോകുന്ന ഭൂമിയെ തന്നെ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഈ സൂര്യപ്രകാശം, സൗരോർജം അല്ലെങ്കിൽ സോളാർ അയണൈസേഷൻ, അത് കൺവേർട്ട് ചെയ്യപ്പെട്ട് കാർബോഹൈഡ്രേറ്റുകളായി അല്ലെങ്കിൽ പഴങ്ങളായി മറ്റ് ജീവികൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സസ്യഭാഗങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥ. അതോടുകൂടി എൻ്റെ അഭിപ്രായത്തിൽ സൗദി അറേബ്യയിലൊക്കെ പുതുതായിട്ട് നദികൾ വരെ ഉണ്ടാവും. അതേപോലെ തന്നെ അതേ രീതിയിൽ ചിന്തിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി ഒന്നായിട്ട് ഈ പച്ച വിരിപ്പിനാൽ മൂടപ്പെടും. ആ മൂടപ്പെടുമ്പോൾ അതിൽ ജീവിക്കാൻ കഴിയുന്ന ജന്തുക്കളുടെയും അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന മനുഷ്യനടക്കമുള്ള മറ്റ് മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും എണ്ണം എത്രയോ കൂടുതലാണ്. അതിപ്പോൾ ചൈനയിലായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് മരുഭൂമികൾ ഇല്ലാതാവുക. എല്ലാ മരുഭൂമികളും എന്നുള്ളതല്ല, നാച്ചുറലായിട്ട് വല്ല മരുഭൂമി ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നിലനിൽക്കാണ്ട്. പക്ഷേ സാധാരണ ഈ മരുഭൂമികളിലൊക്കെ തന്നെ സൂര്യപ്രകാശം കിട്ടുന്നവയാണ്. ഒരു വിത്തിന് സൂര്യപ്രകാശവും പിന്നെ അത്യാവശ്യം ഈർപ്പവും കിട്ടിയാൽ അവിടെ നിലനിൽക്കാനും അതേപോലെ ആ സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് ചെയ്ത് ഊർജ്ജകൂളികളാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അതല്ലാത്ത ഇപ്പോൾ മരുഭൂമികളായിട്ട് കിടക്കുന്ന, എന്തായാലും മഞ്ഞ് മൂടിയ മരുഭൂമികൾ ഉണ്ടോ എനിക്കറിയില്ല. ധ്രുവപ്രദേശങ്ങളിലൊക്കെ മരുഭൂമിയുണ്ട്, പക്ഷേ അതൊക്കെ എല്ലാ കാലത്തും മരുഭൂമിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുഭൂമികളൊക്കെ മലർവാടികളാവാൻ, അല്ലെങ്കിൽ മരുഭൂമികളൊക്കെ തന്നെ മനുഷ്യൻ്റെ ചെയ്തികൾ കൊണ്ട് മരുഭൂമികളായതാണെന്നും അവയെ തിരിച്ച് മനുഷ്യന്, വിവേകമുള്ള മനുഷ്യന്, ബുദ്ധിയും ശാസ്ത്രബോധമുള്ള മനുഷ്യന് തിരിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നും ആ തിരിച്ചു കൊണ്ടുവരുന്ന കാലമാണ് യഥാർത്ഥത്തിൽ
ഈ 21-ാം നൂറ്റാണ്ടെന്നും ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ തന്നെ ഇപ്പം ചെറിയ കുട്ടികളായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ നിങ്ങളെ ജീവിതത്തിൽ കാണാവുന്നതാണ്. അതായത് നമ്മളെ ലോകത്ത് ഇപ്പം നാസ 2000 മുതൽ 2017 വരെ നിരീക്ഷിച്ച ഒരു കാര്യം എന്താണ്? ചൈനയിലെ അവരുടെ മരുഭൂമികളുടെ വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കുറയുന്നത് ഈ നൂറ്റാണ്ടോടുകൂടി തന്നെ ഇല്ലാതാവുമെന്നും ഇതോടുകൂടി തന്നെ മനുഷ്യന് ഇപ്പോൾ നമുക്ക് ഇവിടെ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചില്ലെങ്കിൽ ജീവിക്കാനേ കഴിയില്ല, കാരണം നമുക്ക് പട്ടിണിയാവും എന്നുള്ള ആ പിശാചിൻ്റെ വേദം. അതുകൊണ്ടാണ് നമ്മളെ ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ കൃഷി വിദഗ്ധരും കൃഷി വകുപ്പൊക്കെ ജീവിക്കുന്നത്. അത് മാറും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ 20% മരുഭൂമികളാണ്. ഇപ്പോൾ 27% മരുഭൂമിയാണ് ചൈനയിൽ തന്നെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആകെ കുറഞ്ഞ സ്ഥലത്താണ് അവരുടെ കൃഷി നടക്കുന്നത്. ആ സ്ഥലത്ത് തന്നെ അവർക്ക് ഏകദേശം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 27% കൂടി ഉണ്ടാവുകയാണെങ്കിലോ ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ആൾക്കാർക്ക് അവർക്ക് ജീവിക്കാൻ കഴിയും. അത് ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാവും അർത്ഥം. അതായത് ഈ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള മരുഭൂമികളൊക്കെ മലർവാടികളാകുന്ന അവസ്ഥ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സഹാറ മരുഭൂമി, ഈ അറേബ്യൻ മരുഭൂമി, അതിൻ്റെ മുകളിലൊക്കെ ഉള്ള, അതായത് ആ ഇംഗ്ലണ്ട് വരെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിനൊക്കെ തന്നെ ബുദ്ധിപൂർവം പൂർണ്ണമായും അതിനെ മുഴുവൻ കാർബോഹൈഡ്രേറ്റ് ആക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ജന്തുക്കളുടെ എണ്ണം ഇപ്പോഴുള്ളതിൻ്റെ ഒരു 100 ഇരട്ടിയായാലും കൂടുതൽ കുഴപ്പമില്ല. കാരണം ഇവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ വളരെ കുറഞ്ഞ അംശമേ അവിടെയുള്ള ജന്തുക്കൾക്കും ഒക്കെ കൺസ്യൂം ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തന്നെ അടുത്ത ഈ സസ്യങ്ങൾക്ക് ഉള്ള ഭക്ഷണമായി അവർക്ക് കൂടുതൽ കഴിവുള്ള കൂടുതൽ സൂര്യപ്രകാശം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വളരാനുള്ള വളമായിട്ടത് മാറും. അതാണ് ഇപ്പോൾ നമ്മളെ കാടുകളിലൊക്കെ ശരിക്കും അവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഒരു നല്ല ശതമാനവും ആ ഊർജവും, അതായത് സോളാർ അയണൈസേഷനും അല്ലെങ്കിൽ താപ ഊർജവും ഒക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആക്കാൻ പറ്റിയ രീതിയിലുള്ള ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാട്ടിൽ പോയാലും നമുക്ക് എത്ര ചൂടുള്ള സമയത്താണെങ്കിലും നല്ല തണുപ്പ് തോന്നുന്നത്. കാട്ടിൻ്റെ താഴത്ത് ചൂടറിയില്ല. അതായത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയാൽ നമുക്ക് ചൂടറിയില്ല. നേരെ മറിച്ച് മരമില്ലാത്ത സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് അസഹനീയമാവാം. അപ്പോൾ ഈ മരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ചൂട് അബ്സോർബ് ചെയ്യുന്ന, ശരിക്കു പറഞ്ഞാൽ വിഷം സ്വന്തം സ്വീകരിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ടീച്ചർ പറഞ്ഞ വിഷം ഭുജിച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന അമ്മമാരായിട്ടുള്ളത് ഇവിടെയുള്ള മരങ്ങളാണ്, വൃക്ഷങ്ങളാണ്, കാടുകളാണ് എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. അതായത് ഇത് മുഴുവൻ എനിക്കും എൻ്റെ മക്കൾക്കും അല്ലെ എൻ്റെ ഭാര്യയ്ക്കും ഒരു തട്ടാനും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ചത്തുപോകണല്ലോ എന്ന് ആഗ്രഹിക്കുന്ന
ബുദ്ധിയില്ലാത്ത നമ്മളെ ട്രംപിനെയും അല്ലെങ്കിൽ മോദിയെയും പോലുള്ള അവരെ ഒഴിച്ച് അവരെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊഴിച്ച് കുറച്ചൊക്കെ ഒരു വിവേകമുള്ള മനുഷ്യർ വരികയാണെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കണ്ട, ഇത് ഏതൊരാൾക്കും ഏതൊരു കുഞ്ഞിനും പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും അവർക്ക് ബോധ്യപ്പെടാനും കഴിയുന്ന ഒരു വസ്തുവാണ്. അത് ഇനി ഉള്ള തലമുറകൾക്ക് കൂടുതൽ എളുപ്പമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന്, മാറ്റത്തിന്, കാലത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം, മാനം 21-ാം നൂറ്റാണ്ടിലുണ്ടാവും. അതിനുള്ള കാഹളമായിട്ട് നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തവും മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയും, അതായത് കുഞ്ഞൻ ലോകത്തെയും ബൃഹത് ലോകത്തിൻ്റെയും ശാസ്ത്രം മുഴുവൻ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അതിലൊക്കെ തന്നെ ഈ മാറ്റം എന്നത് സ്ഥായിയാണ് എന്ന ഒരു സൂചന ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മാറ്റം 22-ാം നൂറ്റാണ്ടോടുകൂടി, ഈ ചൂഷണ പർവം അവസാനിക്കുന്നതോടുകൂടി, പരമ്പരാഗതമായ ചൂഷണ പർവമാണ് കേട്ടോ, അത് ഇത്ര പെട്ടെന്ന് അവസാനിക്കുന്നല്ല പറഞ്ഞ്, അതും ശാസ്ത്രീയമായി മെല്ലെ മെല്ലെ ഓരോ ഇത് അപകടമാണ്, ഇത് അപകടം, ഓരോ മരുന്നുകളും അപകടമാണെന്ന് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ പലതും. അത് മനസ്സിലാക്കി മനുഷ്യന് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ, ഈ ജീവൻ നിലനിൽക്കാനും ഒരു ജീവി വളരാനും ആവശ്യമായ വസ്തുക്കൾ മാത്രമേ അത് റിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ളൂ എന്നും, അതിൽ രാസവസ്തുക്കളോ വിഷവസ്തുക്കൾക്കോ ഒരു സാധ്യതയുമില്ല എന്നും, മാത്രമല്ല ഓരോ ജീവിക്കും അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അതിന് കഴിക്കാൻ കഴിയുന്നതെന്നും സ്വയം ബോധ്യപ്പെടുന്ന രീതിയിലുള്ള സെൻസുകൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ഗഹനമായ കാര്യമാണ്. താല്പര്യമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതേപോലെ ഇത് ഷെയർ ചെയ്യാം, എന്നെ വിളിക്കാം, ഇതേക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇത്രേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. എന്തായാലും 22-ാം നൂറ്റാണ്ടോടുകൂടി ഈ എത്ര കാലമായിട്ട്, പ്രത്യേകിച്ച് 500 കൊല്ലത്തിലധികമായിട്ടുള്ള ഈ പാശ്ചാത്യരുടെ ആസുരമായ വികൃതമായ കൊള്ള, കവർച്ച, നരാധമത്വം, ഇതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്ന ഒരു വിദൂരമോഹം, വിദൂര സത്യം ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. ഒരിക്കൽ കൂടി ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.